എല്ലാ ദിവസവും എല്ലാ സമയത്തും സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ മൂഡ് ഓഫ് ആയ ഒരു ദിവസമുണ്ട്. അതായത് എനിക്കും മിന്നുവിനും. എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമ്പോൾ മിന്നുവിന് എപ്പോഴും ഉള്ളൊരു ഇതാണ്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ രാത്രി ആവുകയും ചെയ്തു. പിന്നെ പോകാൻ പറ്റുന്നത് എന്തെങ്കിലും പോയി ചെറുതായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഇനി ഞങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മിക്കവാറും ആരെങ്കിലുമൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇന്നും ആ പതിവ് ചോദ്യം വന്നു എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഉമ്മയും മോളും എന്നുള്ള പോലെ ഞങ്ങൾക്ക് തോന്നാറില്ല. കാരണം അവളും അവളുടെ ഉമ്മച്ചിയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ദൂരെയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്കും മിന്നുവിനും ഇടയിൽ എനിക്കൊരു ഇത്തയായിട്ടും അവൾക്ക് ഉമ്മച്ചിയായിട്ടും നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും തോന്നില്ല. പിന്നെ രണ്ടാനുമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനം എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് ചില ആളുകളുടെ സംസാരങ്ങൾ വരുമ്പോൾ മാത്രമാണ് എനിക്ക് തോന്നാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടി പറയാറ് ഇത്താടെ മോളാണ് അല്ലെങ്കിൽ ഇക്കാടെ മോളാന്ന് പറയും. അത് ഒരു കള്ളമല്ലാത്ത സത്യമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പറയുന്നതോടുകൂടി പിന്നെ ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വീണ്ടും മറുചോദ്യങ്ങൾ ഒരുപാട് വരും. അങ്ങനെ ഞങ്ങൾ ഷവർമയും ലെമൺ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഒരു സമാധാനം കിട്ടാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള പുതിയ പർദ്ദക്കടയിലോട്ട് വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നടന്നു കേട്ടോ. എന്നിട്ട് അവിടെ പോയി ഒരു പർദ്ദയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. പിന്നെ എൻ്റെ ഒരു ചിന്താഗതിയാണ്, കുട്ടികളെയും പ്രായമായവരെയും പരിഗണിക്കാനും സ്നേഹിക്കാനും നമ്മൾ ജന്മം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ജന്മം തരണം എന്നൊക്കെയുള്ള ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഒരു മനസ്സുണ്ടായാൽ മതി. എൻ്റെ കൂടെ പ്രായമായൊരു ഉമ്മയുണ്ട്, മോളായിട്ട് മിന്നുമുണ്ട്. ഇവർക്ക് 2 പേർക്കും എന്നോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമാണ്.